പരിശോധിക്കേണ്ട ഒരു ആയത്തുണ്ട്. 3-ാമത്തെ സൂറയിലെ 159-ാമത്തെ ആയത്ത്. ആയത്തിന്റെ നമ്പർ പറയുന്നത് എന്താ വെച്ചാൽ, ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി ഈ ഓഡിറ്റോറിയം വിട്ടു പോകുമ്പോൾ കേട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് കേട്ടാൽ ഇൻഷാ അള്ളാ മൗലവി നിങ്ങൾ പറഞ്ഞ സംസാരം അനുസരിച്ച് ഇൻഷാ അള്ളാ എന്റെ ജീവിതവുമായിട്ട് ഇത് ബന്ധപ്പെടുത്താൻ ഞാൻ ശ്രമിക്കൂ, നിങ്ങൾ പറയണം. അപ്പോഴേ എന്തുള്ളൂ അറിയോ, എന്റെ യാത്ര സഫലാവുന്നുള്ളൂ, ഇതിന്റെ സംഘാടകരുടെ അധ്വാനവും നിങ്ങളുടെ വരവും മുതലാവുന്നുള്ളൂ. 3-ാമത്തെ സൂറയിലെ 180-ാമത്തെ ആയത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹു. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ടാണ് ജനങ്ങളോട് നീ ലോലമായി പെരുമാറിയത്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ജനങ്ങൾ നിന്നെ വിട്ടുപോകുമായിരുന്നു. അതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന ഹൃദയനും പരുഷ സ്വഭാവക്കാരനുമായിരുന്നില്ല. ആരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരെ കണ്ടാലും പുഞ്ചിരിച്ച്, ശത്രുവാണെങ്കിൽ പോലും അവനെ കണ്ടാ പുഞ്ചിരിച്ച്, അവന് കൈ കൊടുത്ത് അവനുമായിട്ട് വല്ലാത്ത ഒരു ആത്മബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം. പിന്നെ അടുത്ത ഭാഗമാണ് എന്നെ കുറെ കൂടി ഇരുത്തി ചിന്തിപ്പിച്ച ഒരു ഭാഗം. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലംഫളൂ മിൻ ഹൗലി ഫഅഫു അൻഹും. നീ അവർക്ക് മാപ്പ് നൽകണം. ആർക്ക്? ഞാൻ പറഞ്ഞുതരാം, അപ്പൊ കുറച്ചുകൂടി ഗൗരവം ഉണ്ടാവും. വസ്തഗ്ഫിർ ലഹും. നീ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. 3 വശാവിർഹും ഫിൽ അംർ. കാര്യങ്ങളെല്ലാം തന്നെ കൂടി ആലോചിക്കാൻ മറക്കരുത്. ആരോട്? ഇവരോട്. 4 ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നീ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയും വേണം. ഈ ആയത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. അവതരണ പശ്ചാത്തലം ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഉഹുദ് യുദ്ധമാണ്. മലമുകളിൽ കുറച്ച് ആൾക്കാരെ നിർത്തി. അതിലൊരു നേതാവിനോട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചാലും താഴോട്ട് ഇറങ്ങരുത്. യുദ്ധം ഉഹുദ് യുദ്ധമാണ്. എന്ത് സംഭവിച്ചാലും താഴോട്ട് ഇറങ്ങരുത്. കാരണം നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ വളരെ പ്രധാനപ്പെട്ട പൊസിഷനാണ്. പിന്നിൽ കൂടെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇവിടുന്ന് ഇറങ്ങരുത്. യുദ്ധം നടന്നു. ഏതാണ്ട് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഗനീമത്ത് സ്വത്ത് വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ ഈ മലമുകളിൽ നിർത്തപ്പെട്ട ആളുകൾ നേതാവിനോട് പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിന്നാൽ നമുക്കൊന്നും കിട്ടിയില്ല. കുറച്ച് ശബ്ദമാണ് ഒരു പൊടി. അപ്പൊ ഇനി മുകളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഇനി ഗനീമത്ത് സ്വത്ത് കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇറങ്ങണം. അപ്പൊ നേതാവ് പറഞ്ഞു, നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്താ? യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും താഴോട്ട് ഇറങ്ങരുത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഇറങ്ങില്ല, നിങ്ങൾ ഇറങ്ങിയാലും ഇറങ്ങില്ല. പക്ഷെ അവര് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നോളി, ഞങ്ങൾ ഇറങ്ങാൻ. അവരിറങ്ങി. ഇവരിറങ്ങിയത് നോക്കിയ പാകത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പിന്നിലൂടെ വന്നിട്ട് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കടക്കം പരിക്ക് പറ്റി. ഈ മലമുകളിൽ നിർത്തപ്പെട്ട ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ധിക്കാരപരമായിരിക്കുന്ന ഒരു സമീപനത്തിന്റെ പേരിൽ വിജയിച്ച ഒരു യുദ്ധം പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ കാരണക്കാരായിരിക്കുന്ന ആൾക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, പ്രശ്നമാക്കണ്ട, പറ്റിപ്പോയില്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കാണിച്ച മാതൃകാപരമായിരിക്കുന്ന ആ ഒരു പെരുമാറ്റത്തിന്റെ രീതിശാസ്ത്രം ജിബ്രീലിലൂടെ വഹിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ആയത്തിറക്കിയത്. എന്നിട്ട് എന്താ പറഞ്ഞത്? അവർക്ക് അബദ്ധം പറ്റി, നീ അവർക്ക് മാപ്പ് കൊടുക്കണം. നീ മാപ്പ് കൊടുത്താൽ മാത്രം പോരാ, ഇവര് ചെയ്തിരിക്കുന്ന പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നീ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അതൊരു പരിധി വരെ നമ്മൾ അംഗീകരിക്കും. 3-ാമത്തെ കാര്യം അംഗീകരിക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവും. എന്താ 3-ാമത്തെ കാര്യം? ഇനി എന്തെങ്കിലും ഒരു കാര്യം കൂടി ആലോചിക്കുമ്പോൾ അബദ്ധം പറ്റിയിരിക്കുന്ന, പരാജയത്തിന് കാരണമായിരിക്കുന്ന ആൾക്കാരാണ് ഇവർ എന്ന് കരുതി അവരുമായിട്ട് ബന്ധമില്ലാതിരിക്കരുത്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ആലോചിക്കുമ്പോൾ അവരുമായിട്ട് കൂടി ആലോചിക്കാൻ നീ ശ്രമിക്കണം. അത്രമാത്രം അല്ലാഹു പറഞ്ഞു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് തന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് യാത്ര പോകുന്നത് വരെ ശത്രുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും ഞാനുമായിട്ട് നിരന്തരമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം വളരെ മനോഹരമായ രൂപത്തിൽ നിർവഹിച്ചു. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു,
കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് പഠിപ്പിച്ചു. ഇനി നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയോ? നമുക്ക് കുറച്ച് നാടൻ സംസാരങ്ങൾ നടത്താം. എൻ്റെ വീട്ടിലേക്ക് പോവുക. എൻ്റെ വീട്ടിലൊരു പ്രായമുള്ള ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. അവരാണല്ലോ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളത്. ഇന്നത്തെ പത്രം വായിച്ച ആളുകൾക്കറിയാം, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പത്രം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരാവകാശം ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനമായ ഒരു ന്യൂസായിട്ട് അത് വന്നു. വായിച്ചു പറയാം, 6000 മാതാപിതാക്കൾ തങ്ങളുടെ മക്കളിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചുകൊണ്ട് കേസ് കൊടുത്തു കാത്തിരിക്കുകയാണ്. എന്താ വിഷയം എന്നറിയാമോ? ഈ മക്കൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ പേര് എഴുതി തരികയാണെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കാം. പൂർണ്ണമായ സംരക്ഷണം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് സംരക്ഷണം ഏറ്റെടുക്കാത്ത 6000 കേസുകളാണ് ഇപ്പോൾ കേരളത്തിലെ മലയാള മനോരമ വിവരാവകാശം കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു മറുപടി. ഇവിടെ പുതിയ ഗവൺമെന്റ് ഒരു വയോജന നിയമം തന്നെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ വീട്ടിലെ അംഗമാരാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്രായമുള്ള ഉപ്പയും പ്രായമുള്ള ഉമ്മയുമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീട്ടിലൊരു പ്രായമുള്ള ഉപ്പയുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലൊരു പ്രായമുള്ള ഉമ്മയുണ്ട് എങ്കിൽ ഞാൻ അവരോട് ഏറ്റവും കൂടുതൽ മാന്യമായിട്ട് പെരുമാറാനുള്ള ഒരു പാകത്തിലേക്ക് നമ്മൾ ഉയർന്നു വന്നേ മതിയാവൂ. കാരണം അറിയാമോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് നമ്മുടെ സ്വഭാവത്തിന്റെ, നമ്മുടെ മൂല്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്കത് കാണാൻ കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരു ശാപപ്രാർത്ഥന അങ്ങനെ പറയാറില്ല, ശാപത്തിന്റെ സംസാരം നടത്താറില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട 3 വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തൊലയട്ടെ, അവർ നശിക്കട്ടെ, അവർ നിർഭാഗ്യവാന്മാരാവട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് പ്രധാനമായ വിഷയത്തിലെ പോകുന്നില്ല, നോമ്പ് മാസം ജീവിക്കാൻ അനുവാദം കിട്ടിയിട്ട് ആ മാസം പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയിരിക്കുന്ന ഒരു വിഭാഗം. ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗം റഹിമ അൻഫ്, തൊലയട്ടെ. ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ മൻ അദ്റക വാലിദൈഹി മിനൽ കിബർ ഫലം യദ്ഖുൽ ജന്ന, വയസ്സായ വാപ്പാനെയും ഉമ്മാനെയും കയ്യിൽ കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവൻ തൊലയട്ടെ. അതിന്റെ അർത്ഥം എന്താ? എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്റെ സ്വർഗമാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്റെ നരകത്തിന് കാരണമാകുന്നു എന്നുള്ള ബോധ്യം വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിരവധി ഖുതുബകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ